അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഈ കാണുന്ന വീഡിയോയിൽ ഒരു ദുഃഖകരമായ, ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. ഒരു വീട്ടിലെ 4 ആളുകൾ, വാപ്പയും ഉമ്മയും 2 മക്കളും. വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. കണ്ടിട്ട് ദുഃഖമായി. രാത്രി അന്തി ഉറങ്ങുന്ന സമയത്ത് അവർ വിചാരിച്ചില്ല നാളെ ഈ കിടത്തം ഞാൻ ഖബറിലാണ് എന്ന ബോധം അവരിലുണ്ടായിരുന്നില്ല. നോക്കൂ, റബ്ബിൻ്റെ തഖ്ദീർ എങ്ങനെയാണ്. വീടിൻ്റെ മതിൽ വീണ് മരിച്ചതെങ്കിലും മരണത്തിൻ്റെ വേള അവർക്ക് അടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ദുഃഖകരമായ ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്കുള്ള പാഠമെന്താ? ഈ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്, നാളെ നാമും അതിൽ സഞ്ചരിക്കേണ്ടവരാണ്. നമുക്കും ശാശ്വതമല്ല ഈ ദുനിയാവ്. നശ്വരമായ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ ചതിക്കുയിൽപ്പെടാതെ നന്മയുള്ള മുഅ്മിനീങ്ങളായി മാറണം. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാമൊക്കെ പെടണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ ദുനിയാവിൻ്റെ പളപളപ്പിൽ ജീവിക്കുമ്പോൾ, ദുനിയാവിൻ്റെ വഞ്ചനയിലൂടെ ജീവിക്കുമ്പോൾ ആഖിറത്തെ നാം ഓർക്കാറില്ല. ആഖിറമാണ് ശാശ്വതമെന്ന് നാമൊക്കെ പഠിച്ചവരാണ്. എന്നാലും മറന്ന് ജീവിക്കുകയാണ് ദുനിയാവിൻ്റെ വഞ്ചനയിലൂടെ. അല്ലാഹു നമ്മളെ കാത്ത് സലാമത്ത് നൽകട്ടെ. ആ ഉമ്മയും പിതാവും ആ 2 മക്കളും അവർ വിചാരിച്ചതേ ഇല്ല നാളെ ഞാൻ എൻ്റെ മക്കളും ഒരുമിച്ച് ഒരു ഖബറിൽ കിടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ആ ഉമ്മയും ബാപ്പയും മക്കളും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ റബ്ബിൻ്റെ തഖ്ദീർ അങ്ങനെയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നുള്ളവൻ നാളെ ഇല്ല. ഉറപ്പായും വന്തി ഉറങ്ങിയ ആൾ സുബൈക്ക് എണീക്കുന്നു ഉറപ്പില്ല. പിന്നെ കാണാന്ന് പറഞ്ഞ വ്യക്തി പിന്നെ കാണുമെന്നും ഉറപ്പില്ല. ഉറപ്പില്ലാത്ത ഈ ദുനിയാവിൽ എല്ലാവരോടും വിദ്വേഷവും, എല്ലാവരോടും വെറുപ്പും, അസൂയയും കിബറും കാണിച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഉറപ്പില്ലാത്ത ഈ ദുനിയാവിൽ നാമൊക്കെ നല്ല സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മത്തിലൂടെ ജീവിച്ചാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ രീതിയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത്തരമായ ഒരു അപകടകരമായൊരു മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമുക്ക് കാത്ത് സലാമത്ത് നൽകട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.